നമസ്കാരം. ഞാൻ രവികേശൻ. ഞാൻ അഡ്വക്കറ്റായിട്ട് എന്നെ അറിയപ്പെടുന്നത് PK രവി എന്ന പേരിലാണ്. പോളത്തുറയിൽ കേശവൻ രവി എന്നുള്ള രീതിയിലാണ്. തിരുവല്ലയാണ് എൻ്റെ സ്വദേശവും ഞാനിപ്പം പ്രാക്ടീസ് ചെയ്യുന്ന പ്രദേശവും. ആ രീതിയിൽ അത്യാവശ്യം അറിയപ്പെടുന്ന സിവിൽ ഫാമിലി മേഖലയിൽ അറിയപ്പെടുന്ന ഒരു അഡ്വക്കറ്റാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് തെറ്റാണോ തെറ്റല്ലയോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആ രീതിയിലാണ് ഞാനിപ്പം പ്രവർത്തിച്ചു പോരുന്നതും. എൻ്റെ അന്നദാതാവ് ജുഡീഷ്യൽ സംവിധാനമാണ് താനും. സംവിധാനമല്ല, ശരിക്കും പറഞ്ഞാൽ എൻ്റെ ക്ലയൻസ്. ഇപ്പം ഞാൻ സാധാരണ സിനിമ റിവ്യൂ ഇങ്ങനെ യൂട്യൂബ് പൊതുമേഖല ഈ പറഞ്ഞ പൊതു ദൃശ്യ മാധ്യമങ്ങളിലൊക്കെ വരാറുള്ളത് എൻ്റെ അസ്തിത്വത്തെ പിടിച്ച സിനിമയുമായി ബന്ധപ്പെട്ട റിവ്യൂ എന്നുള്ള രീതിയിലാണ്, റിവ്യൂവർ എന്നുള്ള രീതിയിലാണ്. എല്ലാ സിനിമയ്ക്കും റിവ്യൂ ചെയ്യാറില്ല, എനിക്ക് സമയമില്ലാത്തതുകൊണ്ട്. നേരെ മറിച്ച് എന്തെങ്കിലും രീതിയിലുള്ള പ്രാധാന്യം അർഹിക്കുന്ന സിനിമ, കലാപരമായിട്ടോ കാലികപരമായിട്ടോ കഥ പറയുന്ന രീതിയിൽ എന്തെങ്കിലും രീതിയിൽ അതിൻ്റെ സബ്ജക്റ്റ് വൈസോ എന്തെങ്കിലും പ്രശസ്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിവ്യൂ ചെയ്തിരിക്കും എന്നുള്ള രീതിയിൽ നിലപാടുള്ള ഒരു മനുഷ്യനുമാണ്. എന്നാൽ ഇപ്പം ഞാൻ ആദ്യം ഒരു ആമുഖം പറയുന്നു. സിനിമയുമായിട്ട് എന്നെ കാണുമ്പോൾ, എൻ്റെ മുഖം കാണുമ്പോൾ സിനിമ പറയുന്ന ഒരാളാണെന്ന് തെറ്റിദ്ധരിക്കുക. അതുകൊണ്ട് പറയുകയാണ്, സിനിമയുമായിട്ട് യാതൊരു പുലബന്ധം പോലും ഇല്ലാത്തൊരു വിഷയമാണ്. നേരെ മറിച്ച് എൻ്റെ പ്രൊഫഷൻ ആസ് ബീയിങ് എൻ അഡ്വക്കേറ്റ്, ഒരു അഡ്വക്കേറ്റായിട്ട് ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഞാൻ എൻ്റെ മനസ്സിനെ വ്യസനിപ്പിച്ച അല്ലെങ്കിൽ ചിന്തിക്കാൻ ഉദ്ദീപിപ്പിച്ച ഒരു ചെറിയ സംഭവം. അത് 4 ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നടന്ന ഒരു സംഭവമാണ്. ഒരു മനുഷ്യൻ അയാളുടെ വ്യക്തിപരമായ ഒരു ഹർജിയുടെ അയാളുടെ ഒരു വ്യക്തിപരമായ ഒരു വ്യസനത തീർപ്പാക്കാൻ വേണ്ടിയിട്ട് പേഴ്സണായിട്ട്, അത് നമ്മുടെ ഭരണഘടനാ പ്രകാരം ഏതൊരു വ്യക്തിക്കും വക്കീലും മുഖാന്തരം കേസ് നടത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല. അയാൾക്ക് സ്വന്തമായിട്ട് കഴിവുണ്ടെങ്കിൽ അയാൾക്ക് സ്വന്തമായിട്ട് നടത്താം. അപ്പോൾ അങ്ങനെ സ്വന്തമായിട്ട് നടത്തി താഴത്തെ കോടതി മുതൽ ഹൈക്കോടതി മുതൽ സുപ്രീം കോടതിയിലേക്ക് എത്തപ്പെട്ട ഒരു മനുഷ്യൻ. അയാളുടെ പേരും കാര്യങ്ങളും ഒന്നും എനിക്കറിയില്ല. അത് വ്യാപകമായിട്ട് ഇന്ത്യ ഒട്ടാകെ വളരെ വ്യാപകമായിട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു സംഭവ വികാസമാണ്, ചിത്രീകരിക്കപ്പെട്ട ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവ വികാസമാണ്. അപ്പോൾ എൻ്റെ വിഷയം അതിൽ നിന്ന് മാറി നിന്നിട്ട് ഞാൻ ജുഡീഷ്യറിയുടെ ഒരു ഭാഗമായിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഞാൻ ആർക്കു വേണ്ടി നിലകൊള്ളുന്നു, അത് X or Y എന്തായാലും നീതി തേടി വരുന്ന ഒരു മനുഷ്യന് വേണ്ടിയാണല്ലോ ഒരു അഭിഭാഷകനും, അവന് നീതി കൊടുക്കാൻ വേണ്ടിയാണല്ലോ നീതിന സംവിധാനവും എന്ന് ഒരു നിലപാടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ എൻ്റെ ഒരു അഭിപ്രായം പറയാൻ വേണ്ടി ഈ വേദി ഉപയോഗിക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ അതിൽ തൽപരരായ ആൾക്കാർ മാത്രം ഇത് കേൾക്കുക. അല്ലെങ്കിൽ എൻ്റെ മുഖം കാണുമ്പം, എൻ്റെ നെറ്റി കാണുമ്പം, എൻ്റെ മുടിയില്ലാത്ത തല കാണുമ്പം ഇയാൾ സിനിമയെക്കുറിച്ച് പറയുന്നവനാണ് എന്ന് കരുതി അതിനുവേണ്ടി കാതോർക്കേണ്ട കാര്യമില്ല. ഞാൻ വളരെ അത്യാപൂർവമായിട്ട് വ്യതിചലിച്ചുകൊണ്ടൊന്നും മാറി ചിന്തിച്ച് സംസാരിക്കുകയാണ്. ഓക്കെ, ഇനിയും വിഷയത്തിലേക്ക് സ്ട്രെയിറ്റ് ഫോർവേഡ് വരാം. ശരിക്കും X എന്ന് പറയുന്ന ഏതോ ഒരു വ്യക്തി അയാളൊരു പരാതി പോലീസിൽ കൊടുക്കുന്നു, FIR രജിസ്റ്റർ ചെയ്യുന്നില്ല. അതിനെതിരെ അയാൾ എല്ലാ വേദികളും കടന്ന് കയറി സ്വന്തം നിലയിൽ അയാൾ സുപ്രീം കോടതിയിലേക്ക് വരികയാണ്. അയാൾ ആരും എന്തും എങ്ങനെ ആയിക്കട്ടെ, ജാതിയോ മതമോ അയാളുടെ കളറോ ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. ഞാനിപ്പം അതിലേക്കൊന്നും പോകുന്നുമില്ല. ഇന്ത്യ എന്ന മഹാരാജ്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പം ഇതെല്ലാം വളരെ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നതാണ്. അവൻ ഏത് ജാതിയാണ്, ഏത് മതമാണ്, ഏത് വർഗമാണ്, അവൻ്റെ തൊഴിലുടെ നിറം ഏതാണ്, അവന് ഏത് സംസ്ഥാനത്തു നിന്ന് വരുന്നു, അല്ലെ അവന് ഏത് രാഷ്ട്രീയ പാർട്ടിയെ പ്രതിദാനം ചെയ്യുന്നു, ഇത്യാദി കാര്യങ്ങളെല്ലാം ആദ്യം വിചിന്തനം ചെയ്തതിന് ശേഷം മാത്രമാണ് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുക എന്നത് ഒരു ആത്യന്തികമായ, അല്ലെങ്കിൽ ആത്യന്തികമെന്ന് പറയാൻ പറ്റില്ല, അടിസ്ഥാനപരമായ ഒരു മൂല്യനിർണ്ണയ ഘടകങ്ങളാണ് എന്ന് ബോധ്യമുള്ള ഒരാളെന്നുള്ള രീതിയിലാണ്. അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ഓക്കെ, സുപ്രീം കോടതി ആയതുകൊണ്ട് സുപ്രീം കോടതിയുടെ വിഷയത്തിലേക്ക് മാത്രം നമ്മൾ സ്ട്രെയിറ്റ് ഫോർവേഡ് വരാം, നേരെ അങ്ങോട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്തായാലും സുപ്രീം കോടതിയിലെ 2 ജഡ്ജസ് ഉൾപ്പെടുന്ന ഒരു ബെഞ്ചിലേക്ക് ഒരു മനുഷ്യൻ്റെ, ഒരു സാധാരണക്കാരൻ്റെ ഒരു വിഷയമായിട്ട് അയാൾ വരുന്നു. അയാൾ വക്കീലിനെ വെക്കുന്നില്ല. അവന് കാശില്ലാത്തതുകൊണ്ടാകാം, അല്ലെ കാശ് അഹങ്കാരം കൊണ്ടാവാം, അല്ലെ അറിവുണ്ട് എന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ടാവാം, എന്തോ ആയിക്കോട്ടെ, വാട്ട് എവർ മേ ബി. അങ്ങനെ എന്തായാലും കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ ഒരു
ഭരണഘടന അങ്ങനൊരു സംഭവം പ്രതി കൊടുക്കുന്നുണ്ടെങ്കിൽ നൽകുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. ആ ഉപയോഗിക്കുന്നവരെല്ലാം കേൾക്കാൻ അപ്പുറത്തിരിക്കുന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള എല്ലാ ആരും ആയിക്കോട്ടെ, അവർക്കെല്ലാം അതിന് ബാധ്യതയുണ്ട്. ഓക്കെ, നമ്മൾ ഇതിലേക്കൊന്നും അല്ല പോകുന്ന വിഷയം. ഒരു മനുഷ്യൻ വന്ന് അവൻ്റെ ഒരു വിഷയം പറയുന്നു. ആ വിഷയം അവൻ പറയുന്ന അവൻ ഉപയോഗിക്കുന്ന ഭാഷ, അതായത് സുപ്രീം കോടതി ജഡ്ജസിനെ, എല്ലാ ജഡ്ജസിനെ, എല്ലാ ട്രയൽ കോടതി ജഡ്ജസിനെ അവരെ അഭിസംബോധന ചെയ്യേണ്ട ചില ഭാഷകൾക്ക് ചില മുൻവിധികളുണ്ട്. ഇങ്ങനെ ആവണം, അങ്ങനെ ആവണം, ഇങ്ങനെ ആവണം എന്നൊക്കെ പറയുന്ന സംഭവമുണ്ട്. ആരോ പറഞ്ഞു വെച്ച സാധനം എന്തോ ആയിക്കോട്ടെ, നല്ലതാണ്. എപ്പോഴും നമ്മൾ അച്ഛനെ അച്ഛനെ തന്നെ വിളിക്കണമല്ലോ, അമ്മയെ അമ്മയെന്ന് തന്നെ വിളിക്കണം. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെ ജഡ്ജസിനെയും നമ്മൾ അഭിസംബോധന ചെയ്യുമ്പോൾ അവർ ആ ഒരു ഭാഷാ രീതിയിൽ തന്നെ അഭിസംബോധന ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ ഈ വന്ന മനുഷ്യൻ അയാൾ ഇൻ പേഴ്സണായിട്ട് വ്യക്തിപരമായിട്ട് വന്ന ആയതുകൊണ്ട് അഡ്വക്കേറ്റ് അല്ലാതെ, അഡ്വക്കേറ്റിൻ്റെ സാന്നിധ്യവും സഹകരണവും ഒന്നും ഇല്ലാതെ വന്നൊരു വ്യക്തി ആയതുകൊണ്ട് അയാൾ ഉപയോഗിച്ച ഭാഷ തെറ്റാണ്. ഓക്കെ, ശരി. അത് സഹജമായിട്ടും സുപ്രീം കോടതിയിൽ കേൾക്കാനിരിക്കുന്ന ജഡ്ജസിനെ അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ടാവാം, സഹജമാണ്, അതും സമ്മതിക്കുന്നു. പിന്നെ അവിടെ നടന്ന പ്രകടനവും കാര്യങ്ങളും ഒക്കെ ഒരു കോടതിയുടെ ഡീകോറം, അതിന് എന്താണ് പറയുന്നത്, അതിൻ്റെ ഒരു ഡീകോറം കീപ്പ് ചെയ്യുന്ന രീതിയിലുള്ള സംഭവവികാസങ്ങളല്ല ഉരുത്തിരിഞ്ഞതെന്നും നമുക്ക് ദൃശ്യമാധ്യമങ്ങൾ കിട്ടിയ വിവരങ്ങൾ ബോധ്യപ്പെടാം. ഓക്കെ, ഇതെല്ലാം ഈ വന്ന മനുഷ്യൻ്റെ തെറ്റായിട്ട് നമ്മൾ അംഗീകരിക്കുന്നു. അയാൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അയാളുടെ ഗ്രീവൻസ്, അയാൾക്ക് പറയാനുള്ള എന്താണ്, അയാളുടെ പരാതി എന്തും ആയിക്കോട്ടെ, ആ പരാതി പറയുന്നതിന് ഏത് വേദിയിൽ നിൽക്കുന്നു, ആരോട് പറയുന്നു, അതിന് എങ്ങനെ പറയണം എന്നൊക്കെ അയാൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് അയാളുടെ ഒരു ആവശ്യമായിരുന്നു. ഓക്കെ, അയാളതൊന്നും ചെയ്തില്ല. ഓക്കെ, അയാളുടെ ഭാഗത്ത് തെറ്റുപറ്റി. അയാൾ ഉപയോഗിച്ച ഭാഷ ശരിയല്ലായിരുന്നു. അയാൾ ഈ ബെഞ്ചിനെ അഭിമുഖീകരിച്ചതും പറഞ്ഞ കാര്യങ്ങളും അതിന് അയാൾ പ്രതികരിച്ച രീതിയും ഒക്കെ തെറ്റായിരുന്നു. ഇതെല്ലാം നമ്മൾ സമ്മതിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ഒരു തെറ്റും സുപ്രീം കോടതി ഭാഗത്തില്ല. അയാളെയും പിടിച്ച് വെളിയിലാക്കി അയാളുടെ കേസിന് തള്ളി. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഇതെല്ലാം കഴിയുമ്പോൾ സുപ്രീം കോടതി ജഡ്ജസ് ആരൊക്കെയായിരുന്നോ ആ ബെഞ്ചിലിരുന്നവർ, ഇറ്റ് മേ ബി, അവർ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണ്ടായിരുന്നോ, ആ വന്ന മനുഷ്യൻ ഭ്രാന്തനാണെങ്കിൽ ഭ്രാന്തനല്ലെങ്കിൽ ഭ്രാന്തനല്ല, അവൻ എന്താണ് നമ്മുടെ മുന്നിലേക്ക് വെച്ച വിഷയം, എന്ത് പറയാനാണ് അവൻ വന്നത്, എന്തുകൊണ്ട് അവൻ വന്നു, എന്തിനവനിവിടെ വന്നു, എന്താണ് അവനെ ഇവിടെ എത്തിച്ചത്, അവൻ്റെ പരാതി അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്താണ്, അത് എവിടുന്ന് തുടങ്ങി, എന്തുകൊണ്ട് അവനിവിടെ വന്നു, അത് പരിഹരിക്കപ്പെട്ടില്ല എങ്കിൽ നമ്മുടെ ഭരണഘടനാ സംവിധാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെ പരിഹരിക്കപ്പെടണം, പരിഹരിക്കാതിരിക്കാൻ എന്താണ് അതിനുള്ള പോരായ്മ, ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ ഒക്കെ ബോധ്യപ്പെടാനും പരിഹരിക്കാനും ശരികരിക്കാനും ന്യായീകരിക്കാനും എല്ലാത്തിനും ഉപരിയായിട്ട് ആ വന്ന മനുഷ്യൻ, അവൻ ഭ്രാന്തനായിക്കോട്ടെ ഭ്രാന്തില്ലാത്തവനായിക്കോട്ടെ, വിദ്യാഭ്യാസം ഉള്ളവനാവട്ടെ വിദ്യാഭ്യാസം ഇല്ലാത്തവനാവട്ടെ, രാഷ്ട്രീയം ഉള്ളവനാവട്ടെ രാഷ്ട്രീയം ഇല്ലാത്തവനാവട്ടെ, തൊലി കറുത്തവനാവട്ടെ തൊലി വെളുത്തവനായിട്ട്, നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നവനാവട്ടെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് വന്നവനാവട്ടെ, നോർത്ത് ഈസ്റ്റിൽ നിന്ന് വന്നവനാവട്ടെ, കാശ്മീരിൽ നിന്ന് വന്നവനാവട്ടെ, ഇവിടുന്ന് വന്നവനായിക്കോട്ടെ, അവൻ്റെ പ്രശ്നത്തിന് പരിഹാരം തേടിക്കൊടുക്കാൻ സുപ്രീം കോടതിക്ക് നടന്നില്ലയോ, കഴിഞ്ഞില്ലയോ, അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് എന്ത് രീതിയിലുള്ള ഒരു സമീപനം, ഒരു നിർദ്ദേശം നടന്നില്ല, ഇതാണ് നമുക്ക് പരിഹരിക്കേണ്ട വിഷയം. വന്ന മനുഷ്യൻ ഭ്രാന്തനാകാം, ഭ്രാന്തില്ലാത്തവനാകാം, എന്തു ആയിക്കോട്ടെ, പക്ഷെ അവൻ മുന്നിലേക്ക് കൊണ്ടുവന്നൊരു വിഷയം അതെന്തായാലും സുപ്രീം കോടതി രജിസ്റ്റർ ചെയ്തൊരു സംഭവമാണല്ലോ. രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അതിൻ്റെ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ട് മാത്രം രജിസ്റ്റർ ചെയ്യപ്പെട്ടൊരു വിഷയമാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. ഇനി സുപ്രീം കോടതി ജഡ്ജസ് എന്തെല്ലാം പറഞ്ഞാലും സുപ്രീം കോടതി രജിസ്റ്റർ ചെയ്യപ്പെട്ട യോഗ്യമായ ഒരു, അവിടെ പരിഗണിക്കാൻ യോഗ്യമായ ഒരു വിഷയം തന്നെയാണ്. ഇല്ലെങ്കിൽ അങ്ങോട്ട് വരില്ലല്ലോ. അൺനമ്പേർഡ് പെറ്റീഷനൊന്നും അല്ല. അങ്ങനെയാണെങ്കിൽ വന്ന് പ്രതിദാനം ചെയ്തതിൻ്റെ വ്യക്തി ആരാണ്, അവൻ്റെ നിറം എന്താണ്, അവൻ്റെ ജാതി എന്താണ്, അവൻ്റെ മതം എന്താണ്, അവൻ ഏത് ഭൂഖണ്ഡത്തിൽ നിന്ന് വന്നു, ഏത് മേഖലയിൽ നിന്ന് വന്നു, അവൻ്റെ രാഷ്ട്രീയ താല്പര്യം എന്താണ്, മത താല്പര്യം എന്താണ്, മറ്റേതൊക്കെ വിട്ടിട്ട് കേട്ട രണ്ട് ജഡ്ജസ് ഇവനെ പുറത്താക്കാൻ
നിമിത്തമായ 2 ജഡ്ജസ് ഇവനെല്ലാം പോയതിന് ശേഷവും ഇവനെ പുറത്താക്കിയതിന് ശേഷവും അവർ ചിന്തിച്ചോ അവൻ 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 മുന്നിലേക്ക് വെച്ച ഫയലിൽ പരിഹരിക്കപ്പെടാത്ത വിഷയം എന്താണ്, എന്തുകൊണ്ടാണ് അവനിവിടെ വന്നത്, എന്താണ് അവൻ്റെ വിഷയം എന്തായിരുന്നു, അതിനെക്കുറിച്ച് ഒരു അന്വേഷണം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നടത്തിയതായിട്ട് എനിക്ക് എവിടെയെങ്കിലും ഒരു ദൃശ്യമാധ്യമങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്തതായിട്ട് എൻ്റെ അറിവിലില്ല. ഇനി അങ്ങനെ സുപ്രീം കോടതി ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ സമസ്ത അപരാധത്തോടുകൂടി ക്ഷമാപണം ചെയ്യുന്നു. നല്ല കാര്യങ്ങളാണ് നിങ്ങളിൽ നിന്നാണ്, അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് ചെയ്തിട്ടില്ല എങ്കിൽ അവിടെ നമ്മൾ വീണ്ടും ഒരു പുനഃപരിശോധന നടത്തണം. എന്തുകൊണ്ട് നിങ്ങൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആ പരിശോധന നടത്തിയില്ല? അയാൾ ആരും ആയിക്കോട്ടെ, അയാൾ നിങ്ങളുടെ മുന്നിലേക്ക് തന്ന ഒരു വിഷയം എന്തുകൊണ്ട് അയാൾ ആ വിഷയമായിട്ട് അവിടെ എത്തപ്പെടാൻ ഇടയായി? എന്തുകൊണ്ട് അങ്ങനെ വരെ ഒരു സാധാരണ ഒരു മനുഷ്യൻ ഒരു പോലീസിലേക്ക് ഒരു പരാതി കൊടുത്തു, അയാൾക്കൊരു നീതി കിട്ടുന്നില്ല, ആ നീതി കിട്ടണം എന്നുള്ള അർഹതയോടുകൂടി അല്ലെ ആഗ്രഹത്തോടുകൂടി അയാൾ സുപ്രീം കോടതി വരെ വരണമെങ്കിൽ നമ്മുടെ സിസ്റ്റം ദുഷിച്ചതാണ് എന്ന് അങ്ങേ അറ്റത്തിരിക്കുന്ന സുപ്രീം കോടതി ബഹുമാനപ്പെട്ട ജഡ്ജസെങ്കിലും ബോധ്യപ്പെടണ്ടേ? അയാൾ ആ ഹർജിക്കാരായിട്ട് വന്ന വ്യക്തി അവൻ്റെ വേഷവിധാനം ശരിയല്ലായിരുന്നു, മുഷിഞ്ഞ വേഷമായിരുന്നു, അവൻ്റെ ഭാഷ ദുഷിച്ചതായിരുന്നു. ഇത് പറഞ്ഞെന്നെ പുറന്തള്ളുമ്പോൾ പോലും അവൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവച്ച വിഷയം അത് പരിഗണനയെ അർഹിക്കുന്നതാണ് എങ്കിൽ എന്ത് നടപടി നിങ്ങൾ അതിന് ശേഷം ഈ നിമിഷം വരെ ചെയ്തു എന്ന് പരിശോധിക്കണ്ടേ? പരിശോധിച്ചാൽ തീരൂ. വേണം. അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. ഓക്കെ, പിന്നെ മറ്റു കാര്യങ്ങളിലേക്ക് ഇതിന് ശേഷം രണ്ടാമത് ഒരു സംഭവത്തിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വരാം. ഓക്കെ, ഇതിനോട് ഉപോൽക്കലമായിട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയുകയാണ്. നമ്മുടെ ജുഡീഷ്യൽ ഓഫീസസിനെപ്പം ഞാനൊരു അഡ്വക്കേറ്റായിട്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ അവരെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ് കരുതണ്ട. 1-2 അടിസ്ഥാനപരമായ പോരായ്മയുണ്ട്. അതിപ്പം ജുഡീഷ്യൽ ഓഫീസേഴ്സിൻ്റെ പോരായ്മയായിട്ട് ഞാൻ കരുതുന്നില്ല. ഇതിൽ അവർക്ക് അവസരങ്ങൾ കൊടുത്താൽ, സാഹചര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുത്താൽ അവരവരുടെ ജോലി ചെയ്യും. അല്ലെങ്കിൽ ജോലി ചെയ്യിക്കാനുള്ള സംവിധാനങ്ങൾ സുപ്രീം കോടതി മുതൽ ഹൈക്കോടതി വരെ ജില്ലാ കോടതി മുതൽ അവരുടെ സംവിധാനങ്ങളും കാര്യങ്ങളും പ്രോട്ടോക്കോളും സംവിധാനവും ഒക്കെ ഉണ്ട്. അത് അവർ ചെയ്തോളും. വേണ്ടത് അവർക്ക് അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത്. അടിസ്ഥാന സൗകര്യം ഒരുക്കി കൊടുക്കേണ്ട ബാധ്യത ആരുടെയില്ല? അത് സെൻട്രൽ ഗവൺമെൻറ്റിലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലെ കൈകളിലുമാണ്. ഈ സെൻട്രൽ ഗവൺമെൻറ്റുകളും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും ഇപ്പം ഇരിക്കുന്നവരല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കാലാതീതമായിട്ട് നമുക്കിപ്പം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇതുവരെ സ്റ്റേറ്റുകളിലും സെൻട്രൽ ഗവൺമെൻറ്റിലും ഒക്കെ ഭരണം കൈയാളിയവരൊക്കെ ഈ പറഞ്ഞ ബോധ്യത്തോടുകൂടി പ്രവർത്തിച്ചിരുന്നു എങ്കിൽ എന്തുകൊണ്ടാണ് നമ്മളിപ്പോഴും ഈ ഒരവസ്ഥയിൽ നിൽക്കുന്നത്? ഇപ്പം ഞാൻ തിരുവല്ല എന്ന് പറഞ്ഞ ഒരു ചെറിയ പത്തനംതിട്ട ജില്ലയുടെ ഭാഗമായിട്ടുള്ള ജില്ലയിൽ ഒരു ഭാഗത്ത് മാത്രം പ്രവർത്തിക്കുന്ന ചെറിയ അഭിഭാഷകനാണ് ഞാൻ. സത്യസന്ധമായിട്ട് ഹൃദയത്തെ തൊട്ട് പറയട്ടെ, തിരുവല്ലയിൽ സാധാരണ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഇഞ്ചക്ഷൻ സൂട്ട് തീർപ്പാക്കണമെങ്കിൽ 5 വർഷം. അതിനകത്ത് ഈ പറഞ്ഞ ഗവൺമെൻറ്റോ മുനിസിപ്പാലിറ്റിയോ ഏതെങ്കിലും ഗ്രാമപഞ്ചായത്തുകളോ കക്ഷിയായിട്ട് വരുന്നെങ്കിൽ 5 എന്നുള്ളത് 7, 8, 9 വർഷങ്ങളായിട്ട് മാറാം. ശരിക്കും പറഞ്ഞാൽ ശരാശരി 10 വർഷം. അതായത് ജുഡീഷ്യൽ സംവിധാനത്തിൻ്റെ ആദ്യ പടിയിലേക്ക് നീതി തേടിയെത്തുന്ന ഒരു വ്യവഹാരിക്ക് മിനിമം 10 വർഷം കാത്തിരുന്നാൽ മാത്രമാണ് അവൻ്റെ ഒരു നീതിക്കൊരു തീർപ്പാക്കുന്നത്. ആ തീർപ്പും നീതിപൂർവമായ തീർപ്പാകണമെന്നില്ല. കാര്യം ഇപ്പോൾ ഈ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് മജിസ്ട്രേറ്റുമാരെ മുനിസിപ്പാലിറ്റിയൊക്കെ വരുന്നത് തീരെ കുഞ്ഞുങ്ങളാണ്, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ. അതായത് ഒരു 26-25 വയസ്സ് പ്രായമുള്ള
ജുഡീഷ്യൽ സർവീസിലേക്ക് സ്ട്രെയിറ്റ് ഫോർവേഡ്, അതായത് അവർ ആരെങ്കിലും സീനിയേഴ്സിനോട് വർക്ക് ചെയ്യുകയോ പ്രവർത്തിക്കുകയോ ചെയ്ത് പരിചയമോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത, കോടതി പരിചയമോ അങ്ങനെയുള്ള യാതൊരു പരിചയമില്ലാത്ത അക്കാഡമിക്ക് മാത്രമായിട്ടുള്ള കുറേ വായിച്ചുള്ള കുറേ സൈറ്റേഷൻസ് ഓർമ്മയിൽ നിലനിൽക്കാൻ പറ്റുന്ന ബുദ്ധിയുള്ള കുറേ പിള്ളേർ അവരാണ് വരുന്നത്. ഇവരുടെ മുന്നിലേക്കാണ് ഒരു മനുഷ്യൻ അവൻ്റെ ലൈഫിലെ ആദ്യത്തെ വ്യവഹാരി എന്നുള്ള രീതിയിൽ പ്രതിയായിട്ടോ വാദിയായിട്ടോ കയറിക്കൂടുന്നത്. അപ്പം അവിടെ തുടങ്ങുന്നു ആ നീതി നിഷേധം. അത് ഈ ജഡ്ജസിൻ്റെ കുഴപ്പമായിട്ട് ഞാൻ പറയുന്നില്ല. കാര്യം ഞാനായിരുന്നു ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മുനിസിപ്പാലിറ്റി ഒരു മജിസ്ട്രേറ്റായിട്ടോ നിയമിക്കപ്പെടുന്നതെങ്കിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? എനിക്കൊന്നും അറിയില്ല. എനിക്കൊരു പൂക്കുചുള അറിയില്ല, സത്യം പറയാം. ഞാൻ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി LLB പാസ്സായതാണ് എങ്കിൽ പോലും എനിക്ക് അക്കാഡമിക്കായിട്ട് കുറേ കാര്യങ്ങൾ അറിയാം എന്നുള്ളതല്ലാതെ കുറേ സൈറ്റേഷൻസ് അറിയാം, കുറേ നിയമങ്ങൾ അറിയാം, നിയമവശങ്ങൾ അറിയാം, കുറേ ഇൻഗ്രീഡിയൻസ് അറിയാം എന്നുള്ളതല്ലാതെ പ്രായോഗിക വശത്തിലേക്ക് വരുമ്പോൾ ഒന്നും അറിയില്ല. അപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ജുഡീഷ്യൽ സർവീസിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, മറ്റേയുണ്ട്, മാടയുണ്ട്, കൂടെയുണ്ടെന്നൊക്കെ പറയാം. പക്ഷേ ഇതൊന്നും ഒരു നീതി തേടി വരുന്ന മനുഷ്യൻ്റെ മുന്നിലേക്ക് യഥാർത്ഥ നീതി അവന് വെച്ച് നീട്ടാൻ പര്യാപ്തമായ സാധനമല്ല. അപ്പോൾ അത് അവിടെ നിൽക്കുന്നു. ഞാൻ അതിലേക്ക് കൂടുതൽ അത് ശരിക്കും പറയാൻ ഒരു സമയമെടുത്ത് നമ്മൾ സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, അതങ്ങനെ പോകുന്നു, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇപ്പോൾ ഞാൻ സംസാരിച്ചു വന്നത് സുപ്രീം കോടതിയിലൊരു വിഷയമായിട്ട് ബന്ധപ്പെട്ടൊരു മനുഷ്യൻ പേഴ്സണലി വ്യക്തിപരമായിട്ടൊരു വക്കീലിൻ്റെ യാതൊരാളുടെയും സഹായമില്ലാതെ അയാളുടെ വ്യഗ്രതയും അയാളുടെ വ്യാകുലതയും അയാളുടെ സങ്കടവും വിഷമവും ഒക്കെ അയാൾ പറയാനായിട്ട് അയാൾക്കറിയാവുന്ന ഭാഷയിൽ അയാൾ പറയുന്നു. ആ വ്യാകുലതയും അയാൾ ദീർഘകാലമായിട്ട് ഈ സങ്കട നിവൃത്തിക്കായിട്ട് പല വേദികളിൽ നടന്ന് എത്തി കഴിയാതെ വന്നപ്പോഴാണ് അയാൾ സുപ്രീം കോടതി വന്നെന്ന് ഈ പറഞ്ഞ ബഹുമാന്യരായ സുപ്രീം കോടതി ജഡ്ജസ് ഓർമ്മിച്ചോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഓർമ്മിച്ചിരുന്നു എങ്കിൽ ഈ മനുഷ്യൻ അവരെ അഭിമുഖീകരിച്ച ആ മനുഷ്യൻ്റെ ഭാഗത്തു നിന്ന് വന്ന ഭാഷയിലെ ചെറിയ അഭിസംബോധനയിൽ വന്ന ചെറിയ വിഷയങ്ങളൊക്കെ അവർ ബഹുമാനപുരസരം സഹൃദയം സധിഷ്ണുമായിട്ട് ക്ഷമിച്ചും പുറത്തും കേട്ടിട്ട് എന്താണ് സുഹൃത്തെ സ്നേഹിത തൻ്റെ വിഷയം, തൻ്റെ വിഷമം, തൻ്റെ സങ്കടം എവിടെയാണ് താങ്കൾക്ക് നിവൃത്തി കിട്ടാതെ പോയത് എന്ന് അന്വേഷിക്കാനുള്ള ഒരു ബോധ്യം ഉണ്ടാവണമായിരുന്നു. അതുണ്ടായില്ല എന്നാണ് എനിക്കും ദൃശ്യമാധ്യമങ്ങളിൽ കൂടി എനിക്ക് ഒരു അഡ്വക്കേറ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് ബോധ്യപ്പെട്ട സംഭവം. അതങ്ങനെയാണ് എങ്കിൽ തിരുത്തേണ്ടത് ഈ മനുഷ്യനെ അല്ല, നിങ്ങളെയാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് ഞാനിപ്പം ഇതിൻ്റെ എല്ലാ ഭവിഷ്യത്തുകളും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഞാനിത് അപ്ലോഡ് ചെയ്യണം. എവിടെയെങ്കിലും ഒരു തിരുത്തൽ വേണമല്ലോ, തിരുത്തണം, തിരുത്തിയേ പറ്റൂ. തിരുത്തിയില്ലെങ്കിൽ പഴയ കുമാരനാശാൻ്റെ ഒരു കവിതയുണ്ട്, മാറിയില്ലെങ്കിൽ കാലം നിങ്ങളെ മാറ്റും. അങ്ങനെയാണ് ചരിത്രം. അത് ആ ചരിത്രത്തിന് പല സ്റ്റേജുകളുണ്ട്. ഞേറ്റം മുതൽ തീവെപ്പ് മുതൽ ബോംബേറ് മുതൽ അങ്ങനെ പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ അതെല്ലാം തിരിച്ചറിയാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നടന്ന ആ ഒരു സംഭവം ദൃശ്യമാധ്യമങ്ങളും പത്രങ്ങളും ഒക്കെ അവരുടെ രീതിയിലൊക്കെ വ്യാകരണം നൽകി ചിത്രീകരിച്ചു പോയി എങ്കിൽ പോലും സുപ്രീം കോടതി ജഡ്ജസായിട്ട് കേട്ട ആൾക്കാർ അതിനുശേഷം അയാൾ ഉപയോഗിച്ച ഭാഷകൾ, ഞാൻ ആദ്യം പറഞ്ഞ അയാളുടെ ഭാഷ ശരിയല്ലായിരുന്നു, അയാൾ വസ്ത്രങ്ങൾ ധാരണം ശരിയല്ലായിരുന്നു, അയാളുടെ ആകാര സൗകര്യം ശരിയല്ലായിരുന്നു ഒക്കെ പറഞ്ഞാൽ പോലും അയാൾ എന്ത് വിഷയമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചത്, ആ വിഷയത്തെ ഏത് രീതിയിൽ നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റിയില്ലേ, പരിഹരിക്കാൻ കഴിഞ്ഞില്ലേ, എന്തുകൊണ്ട് പരിഹരിച്ചില്ല, എക്കാരണത്താൽ, ഏത് കാരണത്തിൽ പരിഹരിച്ചില്ല, ഇതും പറയണ്ടേ. അയാൾ നല്ല വസ്ത്രം ധരിച്ചിരുന്നോ, അയാൾ നല്ല ഭാഷ ഉപയോഗിച്ചിരുന്നല്ലോ, ഇതല്ലല്ലോ വിഷയം. അയാൾ നിങ്ങളുടെ മുന്നിൽ തന്ന ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുന്നിൽ വെച്ച വിഷയം എന്തായിരുന്നു, ആ വിഷയം ഏത് രീതിയിൽ പരിഹരിക്കണമായിരുന്നു
എന്തുകൊണ്ട് പരിഹരിക്കപ്പെടില്ല? അതിനുമൊക്കെ മുമ്പ് അയാൾ എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ എത്തപ്പെടാനിടയായ ഒരു സാഹചര്യം ഉണ്ടാക്കി? ഇതാണ് സൂക്ഷ്മമായിട്ട് വരിക. അവിടെ തുടങ്ങണം നമ്മുടെ ഇൻട്രോസ്പെക്ഷൻ അല്ലെങ്കിൽ പുനഃപരിശോധന. ഇത് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഇതിൻ്റെ അടുത്ത ഘട്ടം പിന്നെ രണ്ടാമത് വരാം.